നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുന്നിൽ നിന്ന് നയിക്കാൻ ഞാൻ ഉണ്ടാകും. പിണറായി കൂട്ടർ നിന്ന് വിയർക്കും. മുഖ്യമന്ത്രിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് കണ്ണൂരിൽ UDFന് ആവേശം പകർന്ന് കെ സുധാകരൻ ഇറങ്ങി. പണ്ട് ബ്രണ്ണൻ കോളേജിൽ പിണറായിയെ ഒറ്റ ചവിട്ടിന് താഴെയിട്ടതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചവിട്ടി താഴെയിട് KSA എന്ന് UDF അണികളുടെ ആവേശം. സീറ്റില്ലെങ്കിലും തെരഞ്ഞെടുപ്പ് ഗോതയിൽ താരം KS തന്നെ. KS ബ്രിഗേഡിനെ തൊടാൻ കഴിയാതെ സതീശനും സണ്ണി ജോസഫും. കെ സുധാകരൻ ഇടഞ്ഞാൽ കണ്ണൂരിൽ നിലം തൊടില്ലെന്ന പേടി. KSന്റെ കാൽ ചുവട്ടിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഓടിയെത്തി. KSനെ വെറുപ്പിക്കുന്നത് നല്ലതിനല്ലെന്ന് ബോധ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനും അനുനയ നീക്കം ശക്തമാക്കി. കണ്ണൂരിൽ ടീം UDF എന്നതിനേക്കാൾ ടീം സുധാകരൻ എന്ന മുദ്രാവാക്യം ഉയരുകയാണ്. KSനെ നെഞ്ചേറ്റുന്നവർ വലിയ വേദനയിലായിരുന്നു സീറ്റ് കിട്ടാത്തതിൽ. ഇടഞ്ഞു നിന്ന സുധാകരനെ പാട്ടിലാക്കാൻ പണി 18 പയറ്റി നേതാക്കൾ. സുധാകരൻ അകന്നു മാറി നിന്നാൽ തിരിച്ചടിയുണ്ടാകും. അതുകൊണ്ട് സ്ഥാനാർത്ഥികളെ പിന്തുണച്ച് പ്രചാരണത്തിലേക്ക് KS പക്ഷത്തെ ഇറക്കാനുള്ള നീക്കം ശക്തമാണ്. അതായത് കണ്ണൂരിലെ എല്ലാ പ്രചാരണ വേദിയിലും UDFന്റെ തലപ്പൊക്കത്തിൽ K സുധാകരൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളുടെ ആവശ്യം. അതായത് KSന് ഒരു പരിഭവവും ഇല്ല, പാർട്ടിയോടൊപ്പം തന്നെയാണ് എന്ന് എല്ലാവരെയും അത് ബോധ്യപ്പെടുത്തുകയും വേണം. അതിന്റെ ഭാഗമാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് KSനെ നേരിട്ട് കാണാനെത്തിയതും പിന്തുണ വേണമെന്ന് അറിയിച്ചതും. സണ്ണി ജോസഫിനെ ചേർത്ത് പിടിക്കുകയും തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു K സുധാകരൻ. ഇതോടുകൂടി കണക്കുകൂട്ടലുകൾ പിഴച്ചത് അക്ഷരാർത്ഥത്തിൽ കണ്ണൂരിലെ CPMനാണ്. കാരണം കണ്ണൂരിൽ K സുധാകരൻ ഇടഞ്ഞു മാറി നിന്നാൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് CPM കണക്കുകൂട്ടിയിരുന്നു. ഈ പറയുന്ന സുധാകരന് സീറ്റ് കൊടുക്കില്ല എന്നുള്ള ഘട്ടമൊക്കെ വന്നപ്പോഴും പിന്നീട് സീറ്റ് കൊടുക്കില്ല എന്ന് വ്യക്തമാക്കിയപ്പോഴും K സുധാകര പക്ഷക്കാർ വലിയ എതിർപ്പിൽ മാറി നിൽക്കുകയായിരുന്നു. അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് മനക്കോട്ട കെട്ടുകയും ചെയ്തു പിണറായിയും കൂട്ടരും. എന്നാൽ ഒടുക്കം ആ കണക്കുകൂട്ടലുകൾ പിഴച്ചു. KS പാർട്ടിക്കൊപ്പം എന്ന് പിന്നീട് പ്രഖ്യാപിച്ചു. എന്നാൽ പിന്നീട് K സുധാകരൻ ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയപ്പോഴൊക്കെ അതിൽ തനിക്ക് സീറ്റ് കിട്ടാത്തതിന്റെ വിഷമം വ്യക്തമാക്കിയിരുന്നു. അതായത് എനിക്ക് സീറ്റ് നിഷേധിച്ചത് ആരൊക്കെയാണ്, അതിന് പിന്നിൽ കളിച്ചവർ ആരൊക്കെയാണെന്ന് എനിക്കറിയാമെന്നും ഞാൻ മറുപണി കൊടുക്കും എന്നൊക്കെ K സുധാകരൻ പറഞ്ഞപ്പോൾ പ്രചാരണത്തിൽ നിന്ന് K സുധാകരൻ മാറി നിൽക്കുമെന്ന് വീണ്ടും പിണറായി കൂട്ടർ മനക്കോട്ട കെട്ടി. എന്നാൽ സുധാകരനെ ശക്തമായി തന്നെ പ്രചാരണ രംഗത്തേക്കിറക്കാൻ എല്ലാ നീക്കവും ശക്തമാക്കുകയും പ്രത്യേകിച്ച് ചെന്നിത്തലയുടെയും AK ആന്റണിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നിരന്തരം K സുധാകരനുമായി ചർച്ചകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുക്കം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രത്യേകിച്ച് CPMകാരുടെ പരിപ്പിളക്കിക്കൊണ്ട് പ്രചാരണ രംഗത്തേക്ക് നെറ്റിപ്പട്ടം കെട്ടിയ ആനയെ പോലെ ഇറങ്ങുകയാണ് K സുധാകരൻ. സീറ്റിനു വേണ്ടി K സുധാകരൻ കട്ടായം വാദിച്ചു നിന്നപ്പോൾ അതിനെ എതിർത്തവരിൽ പ്രധാനിയായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. MPമാർക്ക് സീറ്റ് കൊടുക്കേണ്ട എന്ന് വാദിച്ച കൂട്ടത്തിൽ സണ്ണി ജോസഫും ഉണ്ടായിരുന്നു. സതീശനും സണ്ണി ജോസഫും KSനെതിരെ കട്ടയ്ക്ക് നിൽക്കുകയും ചെയ്തിരുന്നു. ഒടുക്കം സീറ്റ് കൊടുത്തില്ലെങ്കിലും K സുധാകരന്റെ പവർ ഒരിക്കൽ കൂടി നേതാക്കൾ മനസ്സിലാക്കി. ഇതോടെയാണ് തെരഞ്ഞെടുപ്പിൽ ടീം UDFന്റെ നെടുന്തൂൺ K സുധാകരനാണെന്ന് നേതാക്കളെല്ലാം സമ്മതിക്കുന്നത്. K സുധാകരൻ MP തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രായാധിക്യം മറന്ന് ഇപ്പോൾ കത്തിക്കയറുകയാണ്. കണ്ണൂർ കോൺഗ്രസിൽ മഞ്ഞുരുകിയതോടെ UDF തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കോൺഗ്രസ് പ്രവർത്തകരും എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ്. ഇതുവരെ കാണാത്ത ആവേശമാണ് കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങളിൽ ദൃശ്യമാകുന്നത്. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിൽ TK ഗോവിന്ദനും UDF സ്വതന്ത്ര സ്ഥാനാർത്ഥികളായതോടെ CPM പ്രതിരോധത്തിലായിരിക്കുകയാണ്. സംസ്ഥാന നേതാക്കളുടെ നീണ്ട നിര തന്നെയാണ് തളിപ്പറമ്പിൽ PK ശ്യാമളയ്ക്കായി പ്രവർത്തിക്കുന്നത്. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M വിജയരാഘവൻ, P സന്തോഷ് കുമാർ MP തുടങ്ങിയ നേതാക്കൾ കുടുംബ യോഗങ്ങളിൽ പങ്കെടുത്ത് വരികയാണ്. എന്നാൽ K സുധാകരൻ MP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായതോടെ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അണികൾ ആവേശത്തിലേക്ക് ഊളിയിട്ടിറങ്ങിയിരിക്കുകയാണ്. UDF മണ്ഡലങ്ങളിൽ ആവേശമായി മാറാൻ K സുധാകരന് ഇതിനോടകം കഴിഞ്ഞിട്ടുമുണ്ട്. വലിയ ജനക്കൂട്ടമാണ് തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ K സുധാകരനെ കേൾക്കാനായി എത്തിച്ചേരുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡല സ്ഥാനാർത്ഥിത്വ വിവാദങ്ങൾക്ക് ശേഷം സുധാകരൻ MPയെ സണ്ണി ജോസഫ്
കാണാനെത്തിയത് കോൺഗ്രസിൽ ഐക്യത്തിന്റെ ഒരു വിളംബരമായിട്ടുണ്ട്. പേരാവൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സുധാകരനെ ക്ഷണിക്കാനായിട്ടായിരുന്നു സണ്ണി ജോസഫ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തോട്ടട നടാലിലെ ലാൽ വിഹാർ വീട്ടിലേക്ക് എത്തിയത്. നേരിട്ടെത്തി സംസാരിക്കണമെന്ന് സണ്ണി ജോസഫിനോട് കെ സുധാകരൻ MP ആവശ്യപ്പെട്ടിരുന്നു. തങ്ങൾ രണ്ടുപേരും തിരക്കിലായത് കാരണമാണ് കാണാൻ വൈകിയതെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. രണ്ടുപേരും കൂടി തീരുമാനിച്ച സമയമാണ് ഇത്. കെ സുധാകരൻ തന്റെ നേതാവാണ്. അദ്ദേഹമാണ് എന്നെ DCC KPCC പ്രസിഡന്റ് ആക്കിയത്. ഒരു സഹോദരന്റെ സ്നേഹം എല്ലായ്പ്പോഴും തനിക്ക് സുധാകരൻ തന്നിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. I am fully happy എന്നാണ് സുധാകരൻ പ്രതികരിച്ചത്. പേരാവൂരിൽ പ്രചരണത്തിന് താൻ പോകില്ലെന്ന് ആര് പറഞ്ഞു? പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തു പോകുന്നവരാണ് ഞങ്ങൾ. നേരത്തേതിനേക്കാൾ ലാഘവമുള്ള സാഹചര്യമാണ് പേരാവൂരിലുള്ളതെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ തമ്മിൽ ഒരു സൗന്ദര്യ പിണക്കവും ഉണ്ടായിട്ടില്ലെന്നും സണ്ണി ജോസഫ് തന്റെ സ്വന്തമാണെന്നും സുധാകരൻ പറഞ്ഞു. നേരത്തെ പേരാവൂർ മണ്ഡലത്തിൽ കെ സുധാകരന് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പേരാവൂർ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായ സണ്ണി ജോസഫിനെതിരെ പോസ്റ്റർ പ്രചാരണം നടന്നിരുന്നു. KS ബ്രിഗേഡിന്റെ പേരിലായിരുന്നു പോസ്റ്റർ വന്നത്. സണ്ണി ജോസഫ് നന്ദികേട് കാണിച്ചു എന്നായിരുന്നു ആരോപണം. എന്നാൽ പോസ്റ്ററുകൾ CPM പ്രവർത്തകർ പതിച്ചതാണ് എന്നായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം. വിവാദങ്ങളുടെ മഞ്ഞുരുകിയതോടെ കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലെ തന്നെ 140 മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ താരപ്രചാരകനായി മാറിയിരിക്കുകയാണ് കെ സുധാകരൻ MP. അടുത്ത ദിവസം തന്നെ പേരാവൂരിൽ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ. രാഷ്ട്രീയ എതിരാളിയാണെങ്കിലും എതിർപ്പുണ്ടെങ്കിലും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാൻ തയ്യാറായ കെ സുധാകരനാണ് വിമത സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സര രംഗത്തിറങ്ങിയ G സുധാകരനേക്കാൾ ശരിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭിപ്രായ പ്രകടനം കണ്ണൂരിൽ കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തോടെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് എതിരാളികൾ പോലും കെ സുധാകരനെ അംഗീകരിക്കുന്നുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, കണ്ണൂരിൽ നേർക്ക് നേർ നിന്ന് പോരാടിയ ചരിത്രമാണ് കെ സുധാകരനും പിണറായി വിജയനും ഉള്ളത്. അത് ബ്രണ്ണൻ കോളേജിൽ നിന്ന് തുടങ്ങുന്നതാണ് ഈ പോരാട്ടത്തിന്റെ ചരിത്രം. അവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത കൂടിയുണ്ട്. ഈ കണ്ണൂരിലെ കെ സുധാകര പക്ഷക്കാർ ഇത്തവണ ഉറപ്പായും അദ്ദേഹത്തിന് സീറ്റ് വേണം എന്ന് വാദിച്ചതിന് പ്രധാന ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. കെ സുധാകര പക്ഷക്കാർ അതിരുവിട്ടു പോകുന്ന ചില മുദ്രാവാക്യങ്ങൾ വിളിച്ചിരുന്നു. അതായത് സുധാകരന് സീറ്റില്ലെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന്. അവർ ആ ഒരു കടുംപിടുത്തത്തിലേക്ക് എത്തിയതിന് ഒരു പ്രധാന കാരണമുണ്ടായിരുന്നു. കാരണം ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ചുക്കാൻ പിടിക്കുന്നത് പിണറായി വിജയനാണ്. മുഖ്യമന്ത്രിയായിട്ട് ഇടതുപക്ഷക്കാർ ഉയർത്തി കാണിക്കുന്നതും പിണറായിയുടെ പേര് തന്നെയാണ്. കണ്ണൂരിൽ പിണറായി മത്സരിക്കുമ്പോൾ, പിണറായി നേതൃത്വം നൽകുമ്പോൾ, പിണറായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മാറുമ്പോൾ തൊട്ടിപ്പുറത്ത് കെ സുധാകരൻ ഇല്ലെങ്കിൽ അതെങ്ങനെ ശരിയാകും എന്നുള്ളതാണ് കണ്ണൂരിലെ UDFകാർ, പ്രത്യേകിച്ച് കെ സുധാകര പക്ഷക്കാർ ഉയർത്തുന്നത്. കാരണം കണ്ണൂരിൽ പിണറായിയുടെ ശരിക്കുള്ള എതിരാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുധാകരനാണ്. സുധാകരൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് തീപ്പൊരി പ്രചാരണവും തെരഞ്ഞെടുപ്പുമാണ് നടക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഉറപ്പായും തൊട്ടപ്പുറത്ത് കെ സുധാകരൻ ഉണ്ടാകണമായിരുന്നു. എങ്കിലേ ഈ തെരഞ്ഞെടുപ്പ് രംഗം ഒന്ന് കൊഴുക്കുകയുണ്ടായിരുന്നുള്ളൂ, ഒന്നുകൂടി ചൂട് പിടിക്കുകയുണ്ടായിരുന്നുള്ളൂ എന്നാണ് കെ സുധാകര പക്ഷക്കാർ പറയുന്നത്. മാത്രമല്ല, ഇത്തവണ UDF അധികാരം പിടിക്കും എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനും UDFനും ഒക്കെയുണ്ട്. അപ്പോൾ പിണറായിയെ തോൽപ്പിച്ച് ആ അധികാരം പിടിക്കാൻ സുധാകരന് സീറ്റ് ഉണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു സുധാകര പക്ഷക്കാരുടെ ആവശ്യം. അതുകൊണ്ട് തന്നെയാണ് അവർ സീറ്റ് വേണം എന്ന് വാദിച്ച് തന്നെ നിന്നത്. പക്ഷേ എന്തായാലും അദ്ദേഹത്തിന് സീറ്റില്ല. അദ്ദേഹം അതൃപ്തിയിൽ മാറി നിൽക്കുകയായിരുന്നു. എങ്കിലും അദ്ദേഹത്തെ അതിശക്തമായി തന്നെ പ്രചാരണ രംഗത്തേക്ക് ഇറക്കാൻ UDFനും കോൺഗ്രസിനും കഴിഞ്ഞു. മുതിർന്ന നേതാക്കളാണ് അതിൽ ചുക്കാൻ പിടിച്ചത്. പ്രത്യേകിച്ചും രമേശ് ചെന്നിത്തലയും AK ആന്റണിയും ഒക്കെയാണ് അനുനയ നീക്കത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവർ. ഏതായാലും VD സതീശനും സണ്ണി ജോസഫിനുമൊക്കെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. KS അതൊരു ശക്തി കേന്ദ്രമാണ് എന്നുള്ളത്. ആ ബ്രിഗേഡ് അത്ര നിസ്സാരമല്ല എന്നുള്ളതും ഈ പറയുന്ന സതീശനും സണ്ണി ജോസഫിനും ഒക്കെ വ്യക്തമായി. അതുകൊണ്ട് തന്നെയാണ് അവർ ഓടിപ്പിടിച്ച് കെ സുധാകരൻ പ്രചാരണത്തിന് ഇറങ്ങണമെന്ന് ആവശ്യപ്പെടാനും പോയി അനുഗ്രഹം മേടിക്കാനും ഒക്കെ നിന്നത്. കണ്ണൂരിലെ നേതാക്കളെല്ലാവരും, പ്രത്യേകിച്ച് UDFന്റെ നേതാക്കളെല്ലാവരും കെ സുധാകരനെ അവരുടെ പ്രചാരണ വേദികളിലേക്ക് എത്തിക്കാനുള്ള ഒരു മത്സരമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ്
കെ സുധാകരൻ നടത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ വികാര വിചാരങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു ഭരണകൂടത്തിന് കേരളം ഭരിക്കാൻ അവകാശമില്ല എന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അർഹതയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു. ജനങ്ങൾ സർക്കാരിനെ ഭരണത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കുമെന്ന താക്കീതും അദ്ദേഹം നൽകി. സാധാരണക്കാരന്റെ കൈകൊണ്ട് അടി വാങ്ങേണ്ടി വരുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുതെന്ന് സുധാകരൻ CPM-ന് മുന്നറിയിപ്പ് കൊടുത്തു. പട്ടിണിക്കാരൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും അതിനായി നമ്മുടെ നാടിനെ മാറ്റിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്തിനു മുൻപിൽ കേരളം കരുത്തുറ്റ നാടാണെന്ന് തെളിയിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതുമാത്രമല്ല, അണികളിൽ ആവേശം വിതറുന്ന പ്രതികരണങ്ങളും പ്രഖ്യാപനങ്ങളും ഒക്കെയാണ് സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക അവസരമാണെന്നാണ് സുധാകരൻ വ്യക്തമാക്കുന്നത്. തങ്ങളുടെ അണികളോട് അദ്ദേഹം പറയുകയാണ്, പിണറായി ഭരണം പൊറുതിമുട്ടിച്ച ജനങ്ങൾക്ക് മുന്നിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു നിർണായക അവസരമാണ്. 10 വർഷത്തെ ഇടതു ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ ജനം ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഐതിഹാസികമായ വിജയമാണ് സമ്മാനിച്ചതെന്നും കെ സുധാകരൻ പറഞ്ഞു. പ്രിയപ്പെട്ട UDF പ്രവർത്തകരെ എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലാണ് സുധാകരൻ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നാം ഈ ആധിപത്യം തുടരുക തന്നെ ചെയ്യണം. കാരണം കഴിഞ്ഞ 10 വർഷം ശബരിമല കൊള്ളയും അഴിമതിയും സ്വജനപക്ഷപാതവും ധൂർത്തും വിലക്കയറ്റവും പിൻവാതിൽ നിയമനവും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെയും നേതാക്കന്മാരെയും പോലീസിനെ ഉപയോഗിച്ച് വേട്ടയാടൽ, ചുരുക്കത്തിൽ കേരളത്തിന് അപമാനകരമായ ഒരു ഭരണമായിരുന്നു പിണറായി ഭരണം. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പിണറായി ഭരണത്തിന് അന്ത്യം കുറിക്കുവാൻ പോകുകയാണെന്ന് സുധാകരൻ പരിഹസിച്ചു. ഈ വേളയിൽ എനിക്ക് എൻ്റെ UDF പ്രവർത്തകരോട് പറയാനുള്ളത്, അമിത ആത്മവിശ്വാസത്തിൽ അകപ്പെട്ട് നാം നമ്മുടെ പ്രവർത്തനത്തിൽ യാതൊരു തരത്തിലുമുള്ള അലസതയും പാടില്ല. പോയ കാലങ്ങൾ നമുക്കതൊരു പാഠമാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് മുന്നോട്ട് വരേണ്ട സമയമാണിത്. പ്രവർത്തകർ ഓരോരുത്തരും ഒരു നിമിഷം പോലും മുടങ്ങാതെ പ്രവർത്തിക്കണം. ഓരോ വീടുകളിലേക്കും എത്തി ജനങ്ങളുമായി സംവദിച്ച് അവരുടെ വിശ്വാസം നേടണം. ഒരാളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ലെന്നും സുധാകരൻ ആഹ്വാനം ചെയ്തു. UDF പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഒരു നിർണായക പരീക്ഷണമാണ്. ആത്മവിശ്വാസത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ട് നീങ്ങിയാൽ വിജയം നമ്മുടേതായിരിക്കും. നമ്മൾ ജയിക്കും, നമ്മളെ ജയിക്കൂ. ജയ് UDF എന്ന് അദ്ദേഹം ആവേശത്തോടെ പോസ്റ്റ് ഇട്ടത്. അതായത് അദ്ദേഹത്തിൻ്റെ അണികളെ മുഴുവൻ ആവേശം കൊള്ളിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നിമിഷം പോലും നമ്മൾ പാഴാക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ് സുധാകരൻ കൊടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നേതാക്കന്മാരെല്ലാവരും, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളെല്ലാവരും കെ സുധാകരൻ്റെ അനുഗ്രഹം മേടിക്കുന്നതിനും അദ്ദേഹത്തെ പ്രചാരണ വേദികളിലേക്ക് എത്തിക്കാനുള്ള നീക്കവും ശക്തമാക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ വലിയ തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം അവരെ വേട്ടയാടുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലും ആലപ്പുഴയിലും ഒക്കെ, അതായത് ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്തുകളിൽ പോലും അടപടലം വീഴുന്ന CPM-നെയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ തൊട്ടപ്പുറത്ത് സുധാകരനെ പോലെ ഒരാൾ നയിക്കാൻ, തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ലീഡ് ചെയ്യാൻ മുന്നിൽ നിൽക്കുമ്പോൾ അത് തങ്ങൾക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണെന്ന് പിണറായി കൂട്ടർക്ക് ബോധ്യമുണ്ട്. അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങളിലേക്കാണ് CPM കടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.